അതൊരു മുംബൈയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് ഹരിയോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി രോഹിത്? ഇത് കേട്ട് രോഹിത് പറയുന്നുണ്ട്, അത് താഴെ ആരും ഉറങ്ങിയിട്ടില്ല. അതെന്ത് പറ്റി? ഇത്രയും നേരമായി ആരും ഉറങ്ങിയില്ല, എന്താ ഇവിടെ വല്ല ഉത്സവം നടക്കുന്നുണ്ടോ എന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട്. എന്നാ പറയാനാടാ, വല്ലാത്തൊരു കഷ്ടമായി. ഞാൻ അവള് വിളിക്കുന്നതും കാത്ത് ഇരിക്കുക. ഇത് കേട്ട് നമ്മുടെ രോഹിത് ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ നിനക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഇരിക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഉറങ്ങിക്കോ. പിന്നെ നിൻ്റെ ഒരു കയ്യിൽ വല്ല പെൻഡ്രൈവോ മറ്റോ വല്ലതും ഉണ്ടോ? എനിക്ക് സമയം പോകാനായിട്ട് വേണ്ടിയിട്ടാ. ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. പിന്നീട് നേരം വെളുക്കുന്നതാണ് കാണിക്കുന്നത്. രോഹിത് എഴുന്നേൽക്കുന്ന സമയത്ത് ബെഡിൽ ഹരിയെ കാണുന്നില്ല. രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലായിടും നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹരി 2 കപ്പ് കാപ്പിയുമായിട്ട് വരുന്നത്. രോഹിത്തിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റോ, എന്തായാലും നല്ല സമയത്താണ് ഞാൻ വന്നത്, ഈ കാപ്പി കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു, നീ എപ്പോഴാണ് വന്ന് കിടന്നത്? ഞാനൊന്നും അറിഞ്ഞില്ലടാ, ഉറങ്ങിപ്പോയി. എന്നിട്ട് ഹാരി പറയുന്നുണ്ട്, ഞാനൊരു 4:30 മണിയായി കാണും. 4:30 മണിയോ? ഇതുവരെ നീ എന്തായിരുന്നടാ, എന്തെടുക്കുമായിരുന്നു? ഇത് കേട്ടിട്ട് ഹാരി പറയുന്നുണ്ട്, ഞാൻ അലീനയുടെ അടുത്തായിരുന്നു, ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ അവൾക്ക് ആ റിങ് സമ്മാനിച്ചു, അവൾക്ക് വളരെ സന്തോഷമായി. പിന്നെ ഞാൻ അങ്ങനെ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. അവളോട് പറഞ്ഞു, അവൾ രാവിലെ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ രോഹിത്തിന് വിശ്വാസമാവുന്നില്ല. എന്താ ഹരി നീ പറഞ്ഞത്? ഈ അലീന, നമ്മുടെ അലീനെ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയോ? നീ സത്യമാണോ പറയുന്നതെന്ന് വിശ്വാസം വരാണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഹരിയാണെങ്കിൽ നല്ല കലക്കൻ അഭിനയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിശ്വസിക്കുന്ന തരത്തിൽ എന്നെ ഇതെല്ലാം പറയുന്നുണ്ട്. ഒരു ഭാവവ്യത്യാസം പോലും ഇല്ല. ആടാ, സത്യമാണ് ഞാൻ പറഞ്ഞത്, നീ അമ്മാതിരി ഉറക്കമല്ലായിരുന്നോ, അതുകൊണ്ടാണ് നീയൊന്നും അറിയാതിരുന്നത് എന്ന് പറഞ്ഞ്, ഞാൻ റെഡി ആവട്ടെ, എനിക്ക് ഇന്ന് കോളേജുള്ളതാ, പെട്ടെന്ന് അങ്ങ് നാട്ടിലെത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഹരി പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി ഹാളെല്ലാം തൂത്തുവാരി തുടയ്ക്കുന്ന സമയത്ത് ഒരു റൂം എപ്പോഴും അടഞ്ഞു കിടക്കുന്നത് കാണാം. രേവതി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിനുള്ളിൽ എന്തായിരിക്കും, എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വീണ്ടും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്കുട്ടിയുടെ മനസ്സിൽ നീ ഡൗട്ട് മാറുന്നില്ല. എന്തായിരിക്കും ആ റൂമിൽ? എന്തായാലും ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ച് ചാക്കി എടുത്തുകൊണ്ട് വന്ന് തുറന്നു നോക്കാമെന്ന് തുറന്ന് പതുക്കെ അങ്ങ് തുറക്കുന്നതും റൂമിൽ നിറയെ മാറാല് കെട്ടിയിരിക്കുകയാണ്. പെട്ടെന്നൊരു പല്ലി മുന്നിലേക്ക് അങ്ങ് ചാടുമ്പോൾ രേവതിക്കുട്ടി പേടിച്ചുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഡോറ് അടച്ച് അത് പൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പിന്നീട് ഇത് തുറന്ന് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചാവി അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ഡ്രൈവർ ജോസൂട്ടി വരുന്നുണ്ട്. കുറച്ച് ഫിഷുമായിട്ടാണ് വരുന്നത്. വന്ന പാടെ അത് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ തുടയ്ക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അതെ, നീ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുമോ? പിന്നെ എല്ലാ ജോലികളും ഞാൻ ചെയ്യും. അപ്പോൾ അവരെല്ലാ ജോലികളും നിന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണോ നീ ചെയ്യുന്നത്? അതിനെന്തിനാ പ്രത്യേകിച്ച് പറയുന്നത്? ഞാൻ ഇതെൻ്റെ വീട് പോലെയാണ് കരുതുന്നത്. ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ, അതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ. പിന്നെ നമ്മുടെ ഗ്രേസ്യമ്മ നിന്നെ വഴക്ക് പറയാറുണ്ട് അല്ലേ? കൊച്ചമ്മ നിന്നോട് വഴക്ക് പറയാറില്ലേ എന്നിങ്ങനെ ജോസൂട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, വഴക്ക് പറയുമായിരുന്നു, പക്ഷേ അതെല്ലാം സ്നേഹത്തോടെയുള്ളൊരു വഴക്കാണ്. എനിക്കത് പിന്നീട് മനസ്സിലായത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഉടനെ ജോസൂട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ മാമച്ചായനോ? മൂപ്പരൊരു പഞ്ചാരയാലേ? പഞ്ചാര നല്ലോണം ഉണ്ട് മാമച്ചായന്. അതിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നിങ്ങനെ പറയുക. ഇത് കേട്ട് ജോസൂട്ടി തലയിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട്, നീയൊരു പൊട്ടിയാണല്ലോടി. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാനോ പൊട്ടിയോ? ഞാൻ പൊട്ടിയൊന്നുമല്ല, എനിക്ക് എക്സ്ട്രാ ടാലൻറ്റാ. പിന്നെ പഠിപ്പിൻ്റെ കാര്യത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിലേ ഞാൻ നല്ല വണ്ണം മാർക്കോട് കൂടി തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടിട്ട് ജോസൂട്ടി ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ എന്തായി, എന്ത് പഠിച്ചിട്ടെന്താ, നീ വേലക്കാരി അല്ലേടി എന്നിങ്ങനെ ചോദിക്കുക. അത് കേട്ടിട്ട് രേവതിക്കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്താ, നീ ഇവിടുത്തെ ഡ്രൈവറല്ലേ? ഞാൻ ഡ്രൈവർ തന്നെയാണ്, സാധാ ഡ്രൈവറൊന്നുമല്ല, വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർ. പിന്നെ നീ ട്രെയിനല്ലേ ഓടിക്കുന്നത് ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. ട്രെയിനല്ലെങ്കിലും വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, നിന്നോട് സംസാരിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജോസൂട്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ജോസൂട്ടി ചേട്ടാ ഒന്ന് നിൽക്കെന്ന് പറയുന്നുണ്ട് രേവതി. മൂപ്പര് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ മുകളിലത്തെ നിലയിൽ ഒരു റൂം അത് അടഞ്ഞു കിടക്കുവാണല്ലോ, അതെന്താ തുറക്കാത്തെ? അത് കേട്ടിട്ട് നമ്മുടെ ജോസൂട്ടി പറയുന്നുണ്ട്, അത് ഞാൻ വന്ന നാൾ മുതലേ അടഞ്ഞു കിടക്കുന്നതാ. ഞാനൊരു 2 വർഷത്തോളമായി വന്നിട്ട് ഇതുവരെയും അത് തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ആണോ?
പക്ഷേ അത് തുടക്കാഞ്ഞിട്ടൊക്കെ ഒരു സമാധാനമില്ല. ഓ, എനിക്ക് മനസ്സിലായി. അത് തുടക്കാഞ്ഞിട്ട് നിനക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അല്ലേ? ഞാനത് ഇതുവരെ തുറന്നിട്ട് കണ്ടിട്ടില്ല. ഇത് കേട്ടിട്ട് ഒരു ചമ്മലോടെ ഇങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹരി പറഞ്ഞത് പ്രകാരം രോഹിത് വളരെ പ്ലാനിങ്ങോട് കൂടി വീട്ടിലേക്ക് ഉച്ചയ്ക്ക് തന്നെ കോളേജ് കട്ട് ചെയ്ത് വരികയാണ്. കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് നമ്മുടെ അലീന ചെന്ന് ഡോറ് തുറന്ന് നോക്കുന്നുണ്ട്. ഹരിയെ കണ്ട് രോഹിത്തിനെ കണ്ട് അലീന ഒന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ നേരത്തെ രോഹിത്തെ? ഇത് കേട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അത് എനിക്ക് ഭയങ്കര തലവേദന, അപ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിങ്ങ് പോന്നു. ആണോ? നിൻ്റെ കയ്യിൽ ബാമുണ്ടോ? ഇല്ലെങ്കിൽ അല്ല, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. ഏയ് വേണ്ട, പെയിൻ കില്ലർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു കഴിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, രോഹിത് നീ ഭക്ഷണം കഴിച്ചോ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല, ഒരു കപ്പ് കാപ്പി ഇട്ട് തന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ട്. രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഹരി പറഞ്ഞത് പ്രകാരമാണ്, രോഹിത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ട് തന്നെ രോഹിത് ഇങ്ങനെ വിയർക്കുന്നുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പിറകോട്ട് തിരിഞ്ഞു നോക്കി അലീനയെ നോക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മുകളിൽ എത്തിയിട്ടും താഴേക്ക് എത്തി നോക്കുന്നുണ്ട്. അലീന കാപ്പിയും പലഹാരവും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് നമ്മുടെ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്, ഇതാ കാപ്പി കുടിച്ചോളൂ. രോഹിത് മേലെ നിന്നും വിളിച്ച് പറയുന്നുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ അലീന കാപ്പിയുമായി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഓയിലുണ്ട്, നിനക്ക് വേണോ? അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നേരത്തെ ബാമുണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ഓയിലും, ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുവാണോ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹനികേതനത്തിൽ അങ്ങനെയായിരുന്നു, എല്ലാം നമ്മുടെ കയ്യിൽ വേണം. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് രാത്രിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ കുറേ പ്രായമായവരൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഇതൊക്കെ ആവശ്യമാണ്. അവിടെ അങ്ങനെയാണ്. ഈ സ്നേഹനികേതൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊരു ഓർഫനേജ് ആണ്, ഞങ്ങൾ അവിടെയായിരുന്നു. പിന്നെ നീ ആദ്യമായിട്ടാണോ വീട്ടു ജോലിക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ഞാനൊരു വീട്ടുജോലിക്കാരിയല്ല, മുത്തശ്ശിയെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നത്. പക്ഷേ ഇവിടുത്തെ അമ്മ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ്, ആൻറ്റി ഇതെല്ലാം ചെയ്യിക്കുന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അത് കാര്യമാക്കണ്ട, അമ്മയുടെ ദേഷ്യവും ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ വീട്ടു ജോലിക്കുമ്പോൾ എന്നാൽ അമ്മ ഇങ്ങനെ തന്നെയാണ്, ഒരു മാസം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ് അവരെങ്കിലും പറഞ്ഞയക്കും. അപ്പോൾ ഞാനും ഒരു മാസം വരെ ഉണ്ടാവത്തുള്ളൂ അല്ലേ, അപ്പോഴേക്കും അമ്മ എന്നെയും പറഞ്ഞയക്കും അല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, മുത്തശ്ശി നിനക്ക് സപ്പോർട്ടിനുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ കച്ചറയായി കിടക്കുന്ന കുറേ സാധനങ്ങൾ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ് ടേബിൾ മൊത്തം. അതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഡെയിലി അടുക്കി പെറുക്കി വെക്കുന്നതാ, പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും നീ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പയ്യനല്ലേ, അപ്പോൾ കുറച്ച് ഡിസിപ്ലിനൊക്കെ വേണ്ടേ? ഇത് കേട്ടിട്ട് നമ്മൾ രോഹിത് പറയുന്നുണ്ട്, വേണം, ഡിസിപ്ലിനൊക്കെ വേണം എന്ന് പറയണം. അങ്ങനെ നമ്മുടെ അലീന അവിടെ ഉണ്ടായിരുന്ന പെട്ടെന്നാണ് ബെഡിൽ കിടക്കുന്ന തുണികളെല്ലാം കാണുന്നത്. അതെല്ലാം എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇത് തിരുമ്പിയതും അലക്കിയതും അലക്കാത്തതും ഉണ്ടല്ലോ, എന്തായാലും ഞാൻ അത് എടുത്തു വെച്ചേക്കാമെന്ന് പറഞ്ഞ് അലമാരയിൽ മടക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത് പിറകിൽ വന്ന് നിൽക്കുകയാണ്. ഗ്ലാസ്സിലൂടെ അലീന അത് കാണുകയാണ്. രോഹിത് വല്ലാത്തൊരു ഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. രോഹിത് പെട്ടെന്ന് പറയുന്നുണ്ട്, അലീനെ, നിന്നെ കണ്ടാൽ ഒരു വീട്ടുജോലിക്കാരെയാണെന്ന് അനാഥയാണെന്നോ ഒന്നും പറയത്തില്ല, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ, നീ വന്നത് മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നതാ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാണ്. പെട്ടെന്ന് അലീനയുടെ മുഖം അങ്ങ് മാറുന്നുണ്ട്. പകച്ചുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചുകൊണ്ട് രോഹിത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതേ രോഹിത്തെ, ഞാൻ ആരാണെന്ന് വിചാരിച്ചാ നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെ കരുതണം. ഇത് കേട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അതെ, എനിക്ക് പെങ്ങന്മാരായിട്ട് 2 പേരുണ്ട്. പെട്ടെന്ന് അലീന തിരിഞ്ഞു നടക്കുന്നുണ്ട്. രോഹിത്ത് ഫ്രണ്ടിലേക്ക് അങ്ങ് കയറി നിൽക്കുകയാണ്. ഇത് കണ്ട് അലീന പറയുന്നുണ്ട്, രോഹിത്, എന്നെ ഒരു ചേച്ചിയെ പോലെ മാത്രമേ കാണാവൂ. ഇത് കേട്ട് രോഹിത്ത് പറയുന്നുണ്ട്, അതെ, നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നീ നല്ല പിള്ള ചമയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ അലീന ഒരു നിമിഷം അങ്ങ് കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. മാറി നിൽക്കും മര്യാദയ്ക്ക് എന്ന് ഇല്ലെങ്കിൽ എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത്തിൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്.